ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അമ്മണീസ് വ്ലോഗ്. അപ്പം തലേന്ന് ഹൗസ് വാമിങ്ങിന് മിച്ചം വന്ന അപ്പവും സ്റ്റൂവും കട്ടനും കൂടെ രാവിലെ ഞാൻ അടിച്ചു. എന്നിട്ട് ഉച്ചയായപ്പോൾ നല്ല ചൂട് ചോറ് രാധാമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 തവി ചൂട് ചോറും വിളമ്പി ഞാൻ കഴിക്കാനിരുന്നു. ഒപ്പം കൂടെ ഒഴിച്ചു കൂട്ടാനായിട്ട് സാമ്പാറായിരുന്നു. കഷ്ണങ്ങളെടുത്ത് മാറ്റാൻ ശ്രമിച്ചെങ്കിലും കൂടപ്പിറപ്പായിട്ട് അതിൻ്റെ കൂടെ വന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് തോരനുണ്ട്. അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. അതും പേരിട്ടു. പിന്നെ മോനെ ഒന്നും പറയാനില്ല, രാധാമ്മയുടെ സ്പെഷ്യൽ ഒഴുവൽ പീര വെറ്റിച്ചത് മാങ്ങയൊക്കെ ഇട്ട്, നല്ല പുളിപ്പുള്ള മാങ്ങയൊക്കെ ഇട്ട് കൊതി വരുന്നു ഗൈസ്. ആരും കൊതി വിടരുത്, എനിക്ക് വയറ്റിളക്കാൻ വയ്യ. അപ്പോൾ അതൊക്കെ ഇട്ട് നല്ല മൊരാന്നുള്ള ഒഴുവൽ ഫ്രൈ. എൻ്റെ ഇടയിൽ ഒരു കിളിമീനെ കണ്ടായിരുന്നോ, ഈ പാതി കഷ്ണമുള്ള, അവനെ ഞാൻ ഒന്നും നോക്കിയില്ല, അവനെ ഞാൻ തൂക്കി പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. അവസാനം ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പൊടിയാത്ത പപ്പടം. അത് ഞാൻ തപ്പിപ്പെറുക്കി എടുക്കുന്നുണ്ട്. അതാണ് ഒരു സ്കില്ല്. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി പഠിച്ച ആർക്കെങ്കിലും ഇതൊക്കെ ആർക്കെങ്കിലും ഇതൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യുക. അങ്ങനെ പൊടിയാത്ത പപ്പടം നോക്കി 2 എണ്ണം ഞാൻ എടുത്ത് എൻ്റെ പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതേപോലെ സ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, എനിക്ക് മാത്രമല്ലെന്ന് പറയണം. അത് കഴിഞ്ഞ് അച്ചാറിടാൻ നോക്കിയതാ, എൻ്റെ മോനെ ടാസ്ക് ആയിപ്പോയി. ഇട്ടിട്ട് അവസാനം അതിനകത്തുള്ളതെല്ലാം മൊത്തം എൻ്റെ അതിനകത്ത് ചടിയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ചോറിനേക്കാളും കൂടുതൽ വേണ്ടത് കറികളാണ്. അയ്യോ എന്താ സുഖമില്ല, അങ്ങനെ പ്ലേറ്റ് നിറഞ്ഞിരിക്കണം. എന്നിട്ട് സൈഡിലോട്ട് മാറ്റി മുകളിലേക്ക് എല്ലാ കഷ്ണങ്ങളൊക്കെ പെറുക്കി മാറ്റിയിട്ട് ഒന്ന് നമ്മുടെ വെജിറ്റബിൾ, ഐ എം എ പ്യുവർ നോൺ വെജിറ്റേറിയനാണ്. ഒരു തുള്ളി കഷ്ണം വെജിറ്റബിൾ പോലും എൻ്റെ അതിനകത്ത് എനിക്ക് ഇഷ്ടമല്ല. ആ പേരിനിരിക്കുന്ന മറ്റേ തക്കാളി മറ്റേ വെണ്ടയ്ക്കോ അതൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് ഞാൻ സൈഡിലോട്ട്. പിന്നീട് അവസാനം ഞാൻ കറക്റ്റ് കണ്ടോ മീനൊക്കെ തപ്പിപ്പെറുക്കി എടുക്കുന്നുണ്ട്. അതെല്ലാം കുഴച്ച് ഞാൻ വായിൽ വെക്കുന്നുണ്ട് ഗൈസ്. ഇത് ഉരുട്ടുമ്പോഴേ എനിക്കിപ്പോൾ നല്ല വിശപ്പുണ്ട്. ഞെട്ടി ചെന്നിട്ട് വേണം ഇനി കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. ഒഴുവലാണ് ഞാൻ മീനൊന്നും അധികം കൂട്ടാറില്ല. ഒഴുവലും കിളിമീൻ ഫ്രൈയും മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മീൻ. വേറെ ഞാൻ മീൻ സംഭവങ്ങളും അയില, ചാള ഒന്നും കഴിക്കാറില്ല. അയിലക്കറി അമ്മ വെച്ചാൽ കൂട്ടും, മറ്റേ മുളകരച്ചത്. അല്ലാണ്ട് മത്തി അതൊന്നും ഞാൻ കഴിക്കില്ല. പിന്നെ ഇടയ്ക്ക് ചെമ്മീൻ മേടിക്കുമ്പം, ചെമ്മീനില്ലേ അതും കഴിക്കും. അപ്പോൾ ഞാൻ അതെല്ലാം കൂട്ടി നല്ല ചോറ് പിടിച്ച് കഴിഞ്ഞപ്പോൾ മധുരം എന്നോട് ആരും കുറ്റമൊന്നും പറഞ്ഞില്ല ഗായ്സ്. ആരും എന്നെ ജഡ്ജ് ചെയ്യല്ലേ. മധുരം നോക്കിയിട്ട് കാണത്തുണ്ട്. കൃപാസനത്തിലെ തേനുണ്ടല്ലോ അതൊക്കെ എടുത്ത് ഞാൻ കഴിച്ചു. എന്തായാലും മധുരം. പിന്നെ ഒന്നും നോക്കിയില്ല. വൈകുന്നേരമായി. നമ്മുടെ സതിയാൻ്റെയും ചന്ദ്രമോഹനങ്ങളുടെയും വെഡിങ് ആനിവേഴ്സറി ഇടുന്ന ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. അന്ന് ഞാൻ എല്ലാവരുടെയും കയ്യിൽ ഫുഡ് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കയ്യിൽ നിൽക്കുക, അവരുടെ വീട്ടിൽ ഫുഡ് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കഴിച്ച് പിന്നെ ലാസ്റ്റ് നമ്മുടെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, റൈസ് ഐറ്റം, അതും കഴിച്ചു. പിന്നെ കുഞ്ഞി എനിക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചത്. എന്താ സ്നേഹം, ഓഫ് നന്മയുള്ള ലോകമേ. പിന്നെ ഒന്നും നോക്കില്ല. രാവിലെ ആയപ്പോൾ റൈസ് ഐറ്റമായിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. അങ്ങനെ രാവിലെ ആയപ്പോൾ നല്ല നമ്മൾ ഇഡ്ഡലിപ്പാനി വെച്ച് ആവിയൊക്കെ കയറ്റി ആ ചിക്കനും ആ ചോറും ഒക്കെ. ഇന്നലെ പൊറോട്ട തിന്നുകൊണ്ട് റൈസ് അധികം തിന്നാൻ പറ്റില്ല. അതിൻ്റെ സങ്കടം ഞങ്ങൾ പൊതിഞ്ഞെടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ അതും ഇച്ചിരി ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു, അതൊക്കെ ചൂടാക്കി അപ്പം പ്ലേറ്റിലോട്ട് വാരി ഇടുന്നുണ്ട്. രാവിലെ ആട്ടോ, പിറ്റേ ദിവസം രാവിലെയാണ്, ആരും മറക്കണ്ട. എൻ്റെ സങ്കടം ഞാൻ തീർക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ നല്ല എന്തായിരുന്നു പറയുന്നത്, ഇന്ന് ബട്ടർ ചിക്കനൊക്കെ നല്ല ചൂടാക്കി പ്ലേറ്റിലോട്ടിട്ട് മണാന്ന് തിന്നുന്നുണ്ട് ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. നല്ല നോക്കൂ നല്ല ചൂടോടെ എടുത്ത് തിന്നുന്നുണ്ട്. ഇനി എന്താ പറയേണ്ടതെന്ന് പറയാം. വീഡിയോ വെച്ച് ലോങ് ആയിരുന്നാണ് തോന്നുന്നത്. സാരില്ലേ, കിടക്കട്ടെ. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.